ഹലോ നമസ്കാരം. എല്ലാ അമ്മമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം റാഗി ഡേറ്റ് ഷേക്കിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അമ്മമാർ പണ്ടു മുതലേ കുഞ്ഞുങ്ങളുടെ ശരീരപുഷ്ടിക്കായി കൊടുക്കുന്ന നമ്മുടെ സ്വന്തം നാടൻ വെയിറ്റ് ഗെയിൻ റെസിപ്പിയുമായിട്ടാണ്. നല്ല പശുവിനെയിൽ വാട്ടിയ നേന്ത്രപ്പഴം മാഷാണ് ഇന്നത്തെ റെസിപ്പി. കുഞ്ഞുങ്ങൾക്ക് 7 മുതൽ 8 മാസം കഴിയുമ്പോൾ ധൈര്യമായി കൊടുത്തു തുടങ്ങാൻ പറ്റിയ ഒന്നാണിത്. നേന്ത്രപ്പഴവും നെയ്യും ഒന്നിച്ചു ചേരുമ്പോൾ കുഞ്ഞിൻ്റെ തൂക്കം കൂടാൻ ഇതിലും മികച്ചൊരു ഓപ്ഷൻ വേറെയില്ല. എന്തുകൊണ്ട് നെയ്യിൽ വാട്ടിയ നേന്ത്രപ്പഴം അഡ്വൈസ് ചെയ്യുന്നു? പെട്ടെന്ന് തൂക്കം വയ്ക്കാൻ. നേന്ത്രപ്പഴത്തിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റും നെയ്യിലെ ഹെൽത്തി ഫാറ്റും കുഞ്ഞുങ്ങളുടെ ശരീരഭാരം വളരെ വേഗത്തിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. രണ്ടാമതായി എളുപ്പമുള്ള ദഹനമാണ്. നേന്ത്രപ്പഴം നെയ്യിൽ വാട്ടി നന്നായി ഉടച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത് ദഹിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് മലബന്ധം മാറാനും നല്ലതാണ്. മൂന്നാമതായി ഉയർന്ന ഊർജമാണ്. ഒരു കൂട്ടം വിറ്റമിനുകളും പൊട്ടാഷ്യവും അടങ്ങിയതുകൊണ്ട് കുഞ്ഞിന് ദിവസം മുഴുവൻ നല്ല എനർജി കിട്ടും. ഇത് തയ്യാറാക്കേണ്ട രീതി പറഞ്ഞു തരാം. ആദ്യമായി ആവശ്യമുള്ള സാധനങ്ങളാണ്: നന്നായി പഴുത്ത നേന്ത്രപ്പഴം പകുതി മതിയാകും, പശുവിൻ നെയ്യ് ഒരു ചെറിയ സ്പൂൺ, ഏലക്കാപ്പൊടി ഒരു നുള്ള്, രുചിക്കും മണത്തിനും വേണ്ടിയിട്ട്. ഉണ്ടാക്കുന്ന രീതി പറഞ്ഞു തരാം. ആദ്യം നേന്ത്രപ്പഴത്തിൻ്റെ തൊലി കളഞ്ഞ് നടുവിലെ കറുത്ത കുരുക്കൾ ഉള്ള ഭാഗം ചെത്തി മാറ്റുക. കുഞ്ഞുങ്ങൾക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കുരു മാറ്റുന്നത്. ഈ പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. ഒരു പാനിൽ 1 സ്പൂൺ പശുവിൻ നെയ്യ് ഒഴിച്ചു ചൂടാക്കുക. ഇതിലേക്ക് പഴം കഷ്ണങ്ങൾ ഇട്ട് ചെറുതീയിൽ 2 വശവും നന്നായി വാട്ടിയെടുക്കുക. പഴം നല്ല പോലെ സോഫ്റ്റ് ആകണം. നന്നായി വെന്ത പഴം ചൂടാറിയ ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചോ മിക്സിയിലോ ഇട്ട് ഒട്ടും കട്ടയില്ലാതെ നല്ല പേസ്റ്റ് പരുവത്തിൽ ഉടച്ചെടുക്കുക. ഇതിലേക്ക് 1 നുള്ള് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കിയാൽ നമ്മുടെ ഈ റെസിപ്പി തയ്യാറായി കഴിഞ്ഞു. ഇത് കൊടുക്കുമ്പോൾ അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞു തരാം. തുടക്കത്തിൽ കുറഞ്ഞ അളവ്, അതായത് ആദ്യമായി കൊടുക്കുമ്പോൾ 1 മുതൽ 2 സ്പൂൺ മാത്രം കൊടുക്കുക. കുഞ്ഞിന് ദഹനക്കേട് ഇല്ലെന്ന് ഉറപ്പുവരുത്തി മാത്രം അളവ് കൂട്ടുക. രണ്ടാമതായി പഞ്ചസാര ആവശ്യമില്ല. പഴുത്ത നേന്ത്രപ്പഴത്തിന് നല്ല മധുരമുള്ളതുകൊണ്ട് ഇതിൽ ഒട്ടും പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. മികച്ച സമയമാണ് അടുത്തതായി പറയുന്നത്. ഇത് നല്ല കലോറിയുള്ള ഭക്ഷണമായതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ടോ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. രാത്രി കൊടുക്കുന്നത് ഒഴിവാക്കാം. കൂടാതെ ഇത് മെഡിക്കലി പ്രൂവ്ഡ് ആണ്. അതായത് പീഡിയാട്രിഷ്യന്മാർ കുഞ്ഞുങ്ങളുടെ ശരീരഭാരം കൂട്ടാൻ ഏറ്റവും കൂടുതൽ നിർദ്ദേശിക്കുന്ന ഒന്നാണ് നേന്ത്രപ്പഴം. ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ നോക്കാം. ഉയർന്ന കലോറിയും പൊട്ടാഷ്യവുമാണ് ആദ്യത്തേത്. മറ്റു പഴങ്ങളെ അപേക്ഷിച്ച് നേന്ത്രപ്പഴത്തിൽ കലോറിയും സ്വാഭാവിക കാർബോഹൈഡ്രേറ്റും കൂടുതലാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ശരീരപുഷ്ടി നൽകാൻ സഹായിക്കും. രണ്ടാമതായി നല്ല കൊഴുപ്പാണ്. പശുവിൻ നെയ്യ് ചേർക്കുമ്പോൾ ഇത് കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വികാസത്തിനും ശരീരത്തിന് ആവശ്യമായ നല്ല കൊഴുപ്പും എനർജിയും നൽകാൻ സഹായിക്കുന്നു. മൂന്നാമതായി ദഹന പ്രക്രിയയും ഫൈബറുമാണ്. നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഡയറ്ററി ഫൈബർ കുഞ്ഞുങ്ങളുടെ ദഹനം എളുപ്പമാക്കുകയും മലബന്ധം വരുന്നത് തടയുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്ക് നേന്ത്രപ്പഴം പച്ചയ്ക്ക് ഉടച്ചു കൊടുക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ആവിയിൽ വേവിച്ചോ അല്ലെങ്കിൽ നെയ്യിൽ ചെറുതായി വാട്ടിയോ കൊടുക്കുന്നതാണ്. ഇത് പഴത്തിലെ സ്റ്റാർച്ചിനെ എളുപ്പത്തിൽ ദഹിക്കുന്ന രൂപത്തിലാക്കാൻ സഹായിക്കും. കൂടാതെ കുഞ്ഞിന് വയറുവേദനയോ ഗ്യാസോ വരാതിരിക്കാനും ഇത് നല്ലതാണ്. അപ്പോൾ അമ്മമാരെ, കുഞ്ഞുങ്ങൾക്ക് നല്ല തടിയും എനർജിയും വയ്ക്കാൻ സഹായിക്കുന്ന ഈ നാടൻ നേന്ത്രപ്പഴം റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലായല്ലോ. കുറുക്കുകൾ കഴിച്ച് മടുത്ത കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് റെസിപ്പിയാണ് ഇത്. പക്ഷേ ഒരു കാര്യം എൻ്റെ അമ്മമാർ എപ്പോഴും മനസ്സിൽ വെക്കണം. തൂക്കം കൂടുക എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ഉരുള പോലെ തടിപ്പിക്കുക എന്നല്ല. കുഞ്ഞിന് നല്ല ആക്ടിവിറ്റിയും രോഗപ്രതിരോധ ശേഷിയും ഉണ്ടാക്കുക എന്നതാണ് പ്രധാനം. അതുകൊണ്ട് മറ്റു കുഞ്ഞുങ്ങളുടെ തടി കണ്ട് ആരും വിഷമിക്കാൻ നിൽക്കണ്ട. ഇതൊന്ന് കൊടുത്തു നോക്കിയിട്ട് വരുന്ന മാറ്റങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന അമ്മമാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.